ഗായ്സ് നമസ്തേ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് യാൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി. എന്തിനാണെന്നറിയോ? ചേമ്പല പറിക്കാനായിട്ട്. ആക്ച്വലി ഞങ്ങൾ GSB സമുദായക്കാർ, കൊങ്ങണികളെന്ന് പൊതുവേ പറയും. ഞങ്ങൾ എവിടെ ചേമ്പല കണ്ടാലും ഞങ്ങൾക്കതൊരു നോസ്റ്റുമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചേമ്പല കൊണ്ട് പല ടൈപ്പിലുള്ള വിഭവങ്ങൾ, ലൈക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാം. പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്ക് ചേമ്പില പറിക്കാൻ പോയി. പക്ഷേ ചേമ്പിലൊക്കെ ചെറിയ ചെറിയ ചേമ്പിലയായിരുന്നു. കുറച്ചും കൂടി മുഴുത്ത ചേമ്പിലയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതാണ് ഞങ്ങൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല വലിയ ചേമ്പിലയാണ് സാധാരണ ഞങ്ങൾക്ക് കിട്ടാറ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ചെറിയ കുഞ്ഞിലകളായിരുന്നു. അങ്ങനെ ചേമ്പിലേക്ക് പറിച്ച് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ശരിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മറ്റേ വേരല്ല, മാറിപ്പോയത്, നാരെടുക്കുക. നാരെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിയും. അപ്പം നാര് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയിരുന്നു. അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ചേമ്പില കണ്ടപ്പോൾ തൊട്ട് ചേമ്പിലപ്പം ഉണ്ടാക്കണം, ചേമ്പിലക്കറി കഴിക്കണം എന്നൊക്കെ. എന്തിനാ എടുക്കുന്നത്? ചൊറിയും. അതെ, കഴിക്കുമ്പോൾ ഇതിപ്പോൾ ചുടുന്നതായത് കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനൊന്നും എടുക്കാം. വലുതാണെങ്കിൽ ഇത് മൊത്തം എടുക്കണം, ചെറുതായത് കൊണ്ട് അത്രയും എടുക്കണം. കണ്ടില്ലേ ഗൈസ്? അപ്പം അമ്മ ഇതങ്ങ് ഇരുന്നെടുത്തു. ആക്ച്വലി ഞാൻ ഇതിലേക്കൊന്നും അങ്ങ് ഇടപെടാറില്ല, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്ങനെ എടുക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മ എന്നെ അങ്ങോട്ടേക്ക് തൊടിക്കില്ല. പക്ഷേ ഞാനിത് പഠിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഉടനെ ഇല്ല കേട്ടോ, ചേമ്പില കിട്ടുകയും വേണമല്ലോ. ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് ചേമ്പില മാറ്റി വെച്ചിരുന്നു. ഞങ്ങളിത് വെച്ചിട്ട് 2 റെസിപ്പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ചേമ്പിലപ്പവും ഒന്ന് ചേമ്പിലക്കറിയും. അപ്പോൾ ചേമ്പിലക്കറിക്ക് വേണ്ടിയിട്ടുള്ളതാണിത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചേമ്പിലകൾ ചെറുതായിട്ട് കുനുകുനാന്ന് അരിയണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ അരിയണം. അതിനുശേഷം അരിയേണ്ടത് ഇതിൻ്റെ തണ്ടാണ്. നമ്മളത് മുറിക്കുമ്പോൾ തണ്ടും കൂടെ മുറിക്കണേ. നമ്മൾ പറിക്കുമ്പം തണ്ടും കൂടി കൂട്ടി വേണം പറിക്കാൻ. കറിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കറിക്ക് മാത്രമേ നമ്മൾ തണ്ടും കൂടി യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ തണ്ടും ഇതുപോലെ തന്നെ അരിയാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയാണ്. പുളി വേണം, അത് മസ്റ്റാണ്. അതിപ്പോൾ ഏത് പുളിയാണെങ്കിലും ആവാം. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തത് ചെമ്മിപ്പുളിന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പറയും. പക്ഷെ ഇവിടെ അതിന് പറയുന്നത് ഇരുമ്പം പുളിയോ അങ്ങനെ എന്തോ ആണ്. അതന്നെയാന്ന് തോന്നുന്നു. അപ്പം അതാണിത്. മരത്തിൽ നോക്കിയപ്പോഴാണെങ്കിൽ ഒറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. മഴയത്തെല്ലാം അങ്ങ് വീണ് പോയിരുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയതൊക്കെ അങ്ങ് എടുത്തു. എങ്കിലും ഞങ്ങൾക്ക് 2 റെസിപ്പിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള പുളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മറ്റേ ചേമ്പിലേക്ക് മുറിച്ചതിന് ശേഷം അമ്മ ഈ പുളിയൊക്കെ മുറിച്ചങ്ങ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വേണ്ടത് മറ്റേ പച്ചമുളകാണേ. പച്ചമുളക് ഒരു എരിവിനനുസരിച്ച് മതി. ഇവിടുത്തെ പച്ചമുളകിന് ഒട്ടും എരിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3-4 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എങ്ങനെയാണോ അരി നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടുക. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് പച്ചമുളക്, അതായത് എരി അധികം വേണ്ട, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ ഒരു 4 പീസൊക്കെ ആക്കിയിട്ടു. അതിന് ശേഷം ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പിടരുത്. കാരണം നമ്മൾ ഇലയ്ക്കനുസരിച്ചിട്ടുള്ള ഉപ്പിടുമ്പോൾ ചിലപ്പോൾ അത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും കുറയുമല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ ചീരകൾക്കൊക്കെ നമ്മൾ ഇടുമ്പോൾ ചീര ഒന്ന് വെന്ത് കഴിയുമ്പോഴാണല്ലോ ഉപ്പിടുക. അപ്പോൾ അങ്ങനെ നോക്കി ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിന് ശേഷം വേണ്ടത് കായമാണ്. ഞങ്ങൾക്കിവിടെ കായത്തിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തിക്ക് കായം ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾക്ക് കായപ്പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ആവശ്യത്തിനുള്ള കായം ഇടുക. അതിനുശേഷം വേണ്ട കുറച്ച് നാളികേരമാണ്. നാളികേരം അതിൻ്റെ മേലെ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വേണ്ടത് കുറച്ച് എണ്ണയാണ്. എണ്ണ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കറി കിട്ടും. എന്ത് ടേസ്റ്റ് അറിയോ? ഭയങ്കര ടേസ്റ്റാണ്, രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാണ്ട് തന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് രസമാണേ.
രസവും ആ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചേമ്പിലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.